നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല, തെറ്റിദ്ധരിക്കില്ല. നിങ്ങൾക്കെല്ലാവരെയും ഒരു തുറന്ന പുസ്തകം പോലെ വായിക്കാൻ സാധിക്കും. നിങ്ങൾ അറിയാതെ പോലും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരെ അവർ കടുത്ത നീക്കമെടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത് കേൾക്കുമ്പോൾ ഒരു സൂപ്പർ പവർ പോലെ തോന്നാം. അതാണ് ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണശേഷി. പക്ഷേ ശ്രദ്ധിക്കുക, ഈ ഒബ്സർവേഷൻ സ്കിൽ പകുതി പഠിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ വിനിയോഗം. മറ്റുള്ളവർ നിങ്ങളെ എളുപ്പത്തിൽ കളിപ്പിക്കും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത ആളുകളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കുന്ന ആ ഹിഡൻ റൂൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കുകയോ മുതലെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വീഡിയോ കോഴ്സായ ഡാർക്ക് സൈക്കോളജി സീക്രട്സിലേക്ക് സ്വാഗതം. മാനിപ്പുലേഷന്റെയും മൈൻഡ് കൺട്രോളിന്റെയും രഹസ്യതന്ത്രങ്ങൾ പഠിക്കുക. ആളുകളുടെ മനസ്സു വായിക്കാനും ആരും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുക, ഈ അറിവ് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ്. സാധാരണ 3999 രൂപ വിലയുള്ള ഈ കോഴ്സും 20ലധികം ബുക്ക് സമ്മറികളുടെ ഒരു പ്ലേലിസ്റ്റും വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്കിപ്പോൾ സൗജന്യമായി ലഭിക്കും. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് മെമ്പർഷിപ്പ് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യ 18 അധ്യായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ബാക്കിയുള്ളവ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ചാനൽ മെമ്പർഷിപ്പിലുള്ള ബാക്കി 260 പേരോടൊപ്പം ചേരാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് സന്ദർശിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള റിയാലിറ്റി എങ്ങനെ കാണുന്നു എന്നതിനെ ഈ വീഡിയോ മാറ്റിമറിക്കും. ഇനി മുതൽ നിങ്ങൾ ഈ ലോകത്തെ കാണുന്നത് പുതിയൊരു കണ്ണിലൂടെയായിരിക്കും. ടിപ്പ് 1. കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല. ദ ഐസ് നെവർ ലൈ. ഒരാൾ എത്ര പരിശീലിച്ചാലും വാക്കുകൾ കൊണ്ട് എന്ത് മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അവരുടെ കണ്ണുകൾ ആ സത്യം പുറത്തുവിട്ടിരിക്കും. വാക്കുകൾക്ക് മറച്ചുവെക്കാൻ കഴിയുന്ന കാര്യങ്ങളെപ്പോലും കണ്ണുകൾ എപ്പോഴും എക്സ്പോസ് ചെയ്യും. ഒരു നിമിഷം അവർ കണ്ണുമാറ്റുകയോ പെട്ടെന്ന് കണ്ണു ചിമ്മുകയോ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അവർ പറയുന്ന കാര്യത്തിൽ അവർക്ക് 100% ഷൂറിറ്റി ഇല്ല, അല്ലെങ്കിൽ അവരെന്തോ ഒളിച്ചുവെക്കുന്നു. ഒരു സെക്കൻഡ് നേരത്തെ ആ നിരീക്ഷണം മതി അവരുടെ ചിന്തകളിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ. പക്ഷേ കണ്ണുകളുടെ സിഗ്നലുകൾ തെറ്റിദ്ധരിച്ചാൽ നിങ്ങളുടെ വിധി പറച്ചിൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ണുകളേക്കാൾ ശക്തിയേറിയ അടുത്ത നിയമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ടിപ്പ് 2. ഒരു സെക്കൻഡിലെ സത്യം. മൈക്രോ എക്സ്പ്രഷൻസ്. കണ്ണുകൾ നമുക്ക് സത്യം കാണിച്ചു തരും. പക്ഷെ യഥാർത്ഥ പവർ ഒളിഞ്ഞിരിക്കുന്നത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ചെറിയ കാര്യങ്ങളിലാണ്. അതാണ് മൈക്രോ എക്സ്പ്രഷൻസ്. ഇവ വെറും ഒരു സെക്കൻഡിനുള്ളിൽ മുഖത്ത് മിന്നിമറയുന്ന പ്രതികരണങ്ങളാണ്. ഒരാൾ ചിരിക്കുന്നു, പക്ഷേ ഒരു മൈക്രോ സെക്കൻഡിന് വേണ്ടി അവരുടെ ചുണ്ടിന്റെ കോണിൽ നേരിയ ഒരു ടെൻഷൻ വന്നാൽ ആ ചിരി ഫേക്കാണെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ വിജയം കണ്ട് സന്തോഷിക്കുന്നു എന്ന് പറയുന്ന സുഹൃത്തിന്റെ മുഖത്ത് ഒരു മൈക്രോ സെക്കൻഡിനായി അസൂയ അല്ലെങ്കിൽ ദേഷ്യം മിന്നിമറഞ്ഞാൽ നിങ്ങൾക്കറിയാം അയാളുടെ യഥാർത്ഥ മനസ്സ് നിങ്ങൾക്കെതിരാണ്. ഈ വിദ്യ മനസ്സിലാക്കിയാൽ ആളുകളുടെ യഥാർത്ഥ ഇന്റൻഷൻ നിങ്ങൾക്ക് തൽക്ഷണം മനസ്സിലാക്കാൻ കഴിയും. 3. ഏറ്റവും അപകടകരമായ ആയുധം. നിശബ്ദത. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ നിശബ്ദമായിരിക്കുമ്പോൾ മുന്നിലുള്ള വ്യക്തിക്ക് അൺകംഫോർട്ടബിൾ ആവുന്നത്. ആ സമ്മർദ്ദത്തിൽ അവർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങും. ഓർക്കുക, ആര് കൂടുതൽ സംസാരിക്കുന്നുവോ അവരാണ് അവരുടെ രഹസ്യങ്ങൾ സ്വയം വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം: ക്ഷമയോടെ നിരീക്ഷിക്കുക. ഒബ്സർവേഷൻ എന്നത് ഒരു സാധാരണ ഗെയിമല്ല, അതൊരു വെപ്പണാണ്. നിയമം 4. മാസ്റ്റർ മാനിപ്പുലേറ്റർ ആവാനുള്ള രഹസ്യം. പാറ്റേണുകൾ അഥവാ ശീലങ്ങളെ തിരിച്ചറിയുന്നതിലാണ്. ഒരാൾക്ക് ഒരു തവണ കള്ളം പറയാം, ഒരു തവണ മാസ്ക് ധരിക്കാം. പക്ഷേ അവരുടെ ശീലങ്ങൾ, അവരുടെ പ്രതികരണ രീതി, അവർ സംസാരിക്കുന്ന രീതി, അവരുടെ പാറ്റേൺസ് അവർക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും കണ്ണു താഴ്ത്തി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാം അയാൾ ഇൻസെക്യൂർ ആണ്, കുറ്റബോധമുള്ളവനാണ്, അല്ലെങ്കിൽ എന്തോ ഒളിച്ചുവെക്കുന്നു. ഈ അറിവ് നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ കൺട്രോൾ നൽകുന്നു.
നിങ്ങളുടെ നിരീക്ഷണശേഷി എത്രത്തോളം നിങ്ങൾ മൂർച്ച കൂട്ടുന്നുവോ അത്രത്തോളം ആളുകളുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോകത്തിലെ 90% ആളുകളും ഒരു മാസ്ക് ധരിച്ചാണ് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് അവരുടെ കള്ളങ്ങളിൽ കുടുങ്ങിക്കിടക്കണോ അതോ ആ മാസ്കിന് പിന്നിലെ സത്യം കാണണോ? നിങ്ങൾ തീരുമാനിക്കുക. ബേസിക് നിയമങ്ങൾ. എങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ആവാം? ഒബ്സർവേഷൻ വെറും കണ്ടുപിടുത്തം മാത്രമല്ല, അതൊരു പ്രവചനശേഷിയാണ്. പോയിന്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം. 1. ബേസ് ലൈൻ തിയറി. ആരെയും നിരീക്ഷിക്കുന്നതിന് മുൻപ് അവരുടെ ബേസ് ലൈൻ അഥവാ സാധാരണ സ്വഭാവം മനസ്സിലാക്കണം. ഒരാൾ പൊതുവെ വേഗത്തിൽ സംസാരിക്കുന്ന ആളാണ്. എന്നാൽ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് സ്ലോ ആവുകയോ സ്റ്റട്ടർ ചെയ്യുകയോ ചെയ്താൽ അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കാം. 2. ബോഡി വേഴ്സസ് വേർഡ്സ്. സൈക്കോളജിയിൽ ഒരു നിയമമുണ്ട്. വാക്കുകളും ശരീരഭാഷയും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ശരീരം പറയുന്നതാണ് സത്യം. ഒരാൾ എനിക്ക് ദേഷ്യമില്ല എന്ന് പറയുമ്പോൾ അയാളുടെ കൈകൾ മുറുകെ പിടിച്ചിരിക്കുകയാണെങ്കിൽ അയാൾ കള്ളം പറയുകയാണ്. അവരുടെ വാക്കുകൾക്കപ്പുറമുള്ള കോൺഫ്ലിക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. 3. ശ്വാസം, പൾസ്, പരിസരം. ഒരു വിദഗ്ധനായ നിരീക്ഷകൻ ഒരാൾ കള്ളം പറയുമ്പോൾ അവരുടെ ശ്വാസം അല്പം വേഗത്തിലാകുന്നതുവരെ ശ്രദ്ധിക്കും. അതുപോലെ ഒരു വ്യക്തി അവരുടെ എൻവയറൺമെന്റ് എങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നു, അവരുടെ റൂം, സാധനങ്ങൾ വെച്ചിരിക്കുന്ന രീതി, മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്നത് എല്ലാം അവരുടെ മനസ്സിന്റെ മിററാണ്. ഡാർക്ക് സൈക്കോളജി എക്സ്പെരിമെന്റുകൾ. വെറും അറിവ് വെച്ച് കാര്യമില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് ഇതിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാകുക. 1. ദായി ടെസ്റ്റ്. അടുത്ത 24 മണിക്കൂർ നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും അവരുടെ കണ്ണുകളിൽ മാത്രം ശ്രദ്ധിക്കുക. അവർക്ക് അൺകംഫർട്ടബിൾ ആകുമ്പോൾ അവരുടെ കണ്ണുകൾ എങ്ങോട്ടാണ് പായുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് ആരാണ് നിങ്ങളോട് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. 2. ദ സൈലൻസ് ട്രിക്ക്. ഒരു സംഭാഷണത്തിനിടയിൽ ഒരു നിമിഷം നിങ്ങൾ വെറുതെ സൈലൻസ് ആവുക. മുന്നിലുള്ള വ്യക്തി സമ്മർദ്ദത്തിലായി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക. ആ അധിക സംസാരത്തിൽ അവരവരുടെ സീക്രട്ട് സ്വയം വെളിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 3. പാറ്റേൺ ഹണ്ട്. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ നിരീക്ഷിക്കുക. അവരുടെ ബേസ് ലൈൻ സ്വഭാവം, സംസാര രീതി, ആംഗ്യങ്ങൾ, ശീലങ്ങൾ ഇവ ശ്രദ്ധിക്കുക. എന്നിട്ട് അവരുടെ ഈ പാറ്റേണുകളിൽ വരുന്ന ചെറിയ വ്യതിയാനങ്ങൾ, ഡീവിയേഷൻ കണ്ടെത്തുക. അവർ നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്ന ഇമോഷൻസ് വരെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങളെ വാക്കുകൾ കൊണ്ട് കൺഫ്യൂഷനിലാക്കാൻ ലോകം ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി. ആരാണോ നിരീക്ഷിക്കുന്നത് അവരാണ് നിയന്ത്രിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു ഹിഡൻ സ്കില്ലാണ് അൺലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വെറും അറിവായി സൂക്ഷിക്കണോ അതോ നിങ്ങളുടെ റിയാലിറ്റി മാറ്റി എഴുതാൻ ഉപയോഗിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്കുള്ള എന്റെ ചലഞ്ച് ഇതാണ്. ഈ പറഞ്ഞ എക്സ്പെരിമെന്റുകളിൽ ഒന്നെങ്കിലും ഇന്ന് പ്രയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തത് എന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ എല്ലാ കമന്റ്സും വായിക്കും. ഏറ്റവും മികച്ച ഒബ്സർവേഷൻ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതുപോലുള്ള സൈക്കോളജി സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.